ഹായ് ഫ്രണ്ട്സ്, ഈ പെരിച്ചാഴി ശല്യം എല്ലാ വീട്ടിലുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ബാത്റൂം പൈപ്പ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് എന്തായാലും അതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം യൂട്യൂബിലൊരു വീഡിയോ കണ്ട് ചെയ്തു നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കൊന്ന് കണ്ടാലോ. ആ വീഡിയോയിലേക്കൊന്ന് പോകാം. ഓക്കെ. അപ്പം ഞാൻ ഏതായാലും പെരിച്ചാഴിൻ്റെ ശല്യം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ ചുറ്റുഭാഗത്തുള്ള മണ്ണൊക്കെ നന്നായി നീക്കം ചെയ്ത് പിന്നെ അവിടെ പെരിച്ചാഴി തറകളിലോട്ട് പോകുന്ന ആ മാളത്തിൽ നന്നായിട്ട് കോൺക്രീറ്റ് ഒക്കെ നിറച്ച് സെറ്റാക്കി അടച്ച്. അപ്പോൾ അത് ഞാൻ മണ്ണൊക്കെ എടുത്ത് മാന്തി അതിന് വലിയ രീതിയിൽ അത്രയും ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞാൻ അവിടെ ആ ഒരു പ്രൊസീജിയർ ചെയ്തത്. അങ്ങനെ നന്നായിട്ട് അടച്ച് വൃത്തിയാക്കി സെറ്റാക്കി അങ്ങോട്ട് മണ്ണൊക്കെ ഇട്ട് മൂടി എല്ലാം ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്ത് നല്ല ബന്ധനസ്ഥാക്കിയ രീതിയിൽ ഇനി മൂപ്പര് കട മാന്തരുത് എന്നുള്ള സെറ്റപ്പിലാക്കി. ഇത് പകലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പെരിച്ചാഴി ഇതിനകത്ത് ഉണ്ടാവാം ഒരു പക്ഷേ. ആദ്യം കുറച്ച് വെള്ളമൊക്കെ അടിച്ച് നോക്കി, പോയില്ല. എന്തായാലും ഇനി അങ്ങനെയൊക്കെ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ കോൺക്രീറ്റും എല്ലാ മണ്ണും ഒക്കെ മൂപ്പര് ഉള്ളോട്ട് തന്നെ വലിച്ചു കൊണ്ടേക്കണം, യാതൊരു മാറ്റമില്ല. അപ്പോഴാണ് ഈ പരിപാടി നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് യൂട്യൂബിൽ ഒരു ആളുടെ വീഡിയോ ഉണ്ട്. നമ്മൾ കാർബൈഡ് എന്ന് പറഞ്ഞ സാധനം ഈ ഹോളിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാസും പുകയും ഇതൊക്കെ ആയിട്ട് ഇത് ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ചത്തു പോയിക്കോളും, പിന്നെ അങ്ങോട്ട് വരില്ല ഇതിൻ്റെ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ആ പരീക്ഷണം നടത്താൻ വേണ്ടി കാർബൈഡൊക്കെ 1 കിലോ വാങ്ങിക്കൊണ്ടുവന്ന് ആ മാളത്തിനകത്ത് ഇട്ട്, ഒരു കല്ല് പോലത്തെ സാധനമാണത്. അതിനുശേഷം വെള്ളമൊക്കെ ഒഴിച്ച് അപ്പം തന്നെ മണ്ണൊക്കെ ഇട്ട് മൂടി. നമ്മളതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ കാർബൈഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എന്നാലും ആകെ ശ്രദ്ധിച്ച് ചെയ്തു. അപ്പോൾ നമ്മളെ മോനാണ് വീഡിയോ എടുക്കേണ്ടായിരുന്നത്. അപ്പോൾ അവനെന്തായാലും മാസ്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വീഡിയോ എടുത്ത് ഈ പുക വന്നപ്പോൾ തന്നെ ഒന്ന് ബാക്കോട്ട് ഓടി. എന്തായാലും മണ്ണിട്ട് മൂടാനുള്ള മണ്ണൊക്കെ ഞാൻ അവിടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. ഇനി ഞാൻ ഏതായാലും വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് നേരെ വെള്ളം ഒഴിച്ച് അങ്ങനെ എല്ലാം സെറ്റാക്കി. പുകയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്തായാലും നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവണ്ടെന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്, വേഗം മണ്ണിട്ട് മൂടി. അത് പുകയൊക്കെ വരുന്നത് നിങ്ങൾ കാണാം. അങ്ങനെ മണ്ണൊക്കെ ഇട്ട് മൂടി സെറ്റാക്കി പോയി. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ എന്താ സംഭവിച്ചതെന്നുള്ളത് വന്നത് അടുത്ത ദിവസം ഒന്ന് നോക്കാം. അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ബാക്കി ഉണ്ടാവുക. അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇന്നത്തെ പണികളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇനി നാളെയാണ് ഇതിൻ്റെ ബാക്കി എന്താ അവസ്ഥ എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ഏതായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ നേരെ വന്ന് നോക്കുമ്പോൾ നമ്മൾ അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാർബൈഡ് ഇട്ട് നമ്മൾ അടച്ചതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ട് ഉള്ള മണ്ണ് ഒക്കെ ഉള്ളോട്ട് വലിച്ചു കൊണ്ടുപോയി മൂപ്പര് സുഖമായിട്ട് തടി തപ്പിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷ വിജയിച്ചില്ല എന്ന രീതിയിലാണ്. അത് ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.